വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അജി ഹോളയുടെ കുട്ടികളുടെ കുറച്ച് ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നായിട്ട് ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മാത്രമല്ല കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ അതനുസരിച്ചുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ നോക്കുന്നതായിരിക്കും, അതനുസരിച്ച് ബെറ്റർ ആവാൻ നോക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അജി ഹോൾ ഉണ്ടല്ലോ, നമുക്ക് കുറച്ചധികം കൊറിയറിലൂടെ വന്നിട്ടുണ്ട് കേട്ടോ. കേട്ടോടായി. അപ്പോൾ 3 കവറിലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാട്ടോ നമ്മൾ ഫസ്റ്റ് ഡ്രസ്സ് വരുന്നത്. പാൻറ്റും ടോപ്പും ഇത് സെറ്റല്ല കേട്ടോ, സെപ്പറേറ്റ്. അപ്പോൾ ഈ ടോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ ലൈൻ പോകുന്ന ടോപ്പാട്ടോ, ഒരു പിങ്ക്, ലൈറ്റ് പിങ്ക് അങ്ങനത്തെ ഒരു കളർ ലൈൻ പോകുന്നതാട്ടോ. കണ്ടോ, ഇതാണ് നോർമൽ ഷെയ്ഡ്. ഇതാണ് കേട്ടോ. ഞാൻ കുറച്ച് വലിയ സൈസ് എടുത്തേക്കുന്നത്. ആൾക്ക് 1.5 വയസ്സ് 1.25 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 2 തൊട്ടിട്ട് 3 വയസ്സ് വരെയുള്ള സൈസാട്ടോ. അപ്പോൾ ആൾക്ക് കുറച്ച് ലൂസായിരിക്കും. പിന്നെ ഈ പാൻറ്റ് മറ്റേ ജോഗർ ടൈപ്പ്, അങ്ങനെ എന്തായാലും പറയുക, അടിയിൽ ഇങ്ങനെ എലാസ്റ്റിക് വന്നിട്ടുള്ള അങ്ങനത്തെ കേട്ടോ, 2 പോക്കറ്റൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ കേട്ടോ പാൻറ്റ് കേട്ടോ. ഇതും അങ്ങനെ തന്നെ ഞാൻ 2 വയസ്സ് തൊട്ട് 3 വയസ്സ് വരെയുള്ള സൈസാണ് എടുത്തത് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാണ് നമ്മളടുത്ത ടോപ്പ് വരുന്നത് കേട്ടോ. ഇത് വൈറ്റ് കളർ ടോപ്പാണ്. ഇതും കുറച്ച് ലൂസായ കാരണം ആൾക്ക് ഷോൾഡറൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ സൈസ് എടുത്തത് കുറച്ച് വലിയ സൈസ് എടുത്തതിൻ്റെ പേരിലാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ വരുന്നുണ്ട്. ഈ കൊട്ടയിൽ കാണുന്ന പൂവില്ലേ, അതിങ്ങനെ സ്റ്റിച്ച് ചെയ്തൊക്കെ വെച്ചേക്കാം കേട്ടോ. അതുപോലെ തലയിലൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. കൈ കുറച്ചിങ്ങനെ ലൂസായിട്ടുള്ള കൈയില്ലേ, അങ്ങനത്തെ കൈ. എന്നിട്ട് അടിയിൽ ഇങ്ങനെ കുഞ്ഞു ഞെരിവൊക്കെ വന്നിട്ടുള്ള കൈയാണ് കേട്ടോ. കണ്ടോ, പൂക്കളൊക്കെ കണ്ടോ, അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഒരു ഗിൽറ്റ് പോലത്തെ സംഭവം കേട്ടോ, ഒരു ഗിൽറ്റൊക്കെ പോലെ അങ്ങനത്തെ ഒരു സംഭവമാണ് അടിയിൽ. പിന്നെ ഇതാണ് നമ്മൾ അടുത്ത ഡ്രസ്സ് കേട്ടോ. ഇതൊരു ഉടുപ്പാട്ടോ. ഇതിന് എനിക്ക് തോന്നിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈനിങ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു. അല്ലാതെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര സിമ്പിള് ഒരു ബീച്ച് വൈബ് ഡ്രസ്സാട്ടോ. ലൈനിങ്ങും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെന്ന് തോന്നി. ലൈനിങ് ഇല്ലാത്ത എൻ്റെ ചെറിയൊരു എന്താ പറയുക, പഴയ ഒരു ഫീല്, അല്ലെങ്കിൽ കട്ടിയില്ലാത്തൊക്കെ എന്തൊക്കെയോ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഫ്രിൽസൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഇടയിൽ മറ്റേ സംഭവമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. തനി കോട്ടനാണ്. പിന്നെ ഇതാണ് നമ്മൾ അടുത്ത ടോപ്പ്. ഇതും ഈ പറഞ്ഞ മാതിരി എല്ലാ ഡ്രസ്സും തന്നെ ഞാൻ കുറച്ച് ലൂസാണ് എടുത്തേക്കുന്നത്. 2 തൊട്ടിട്ട് 3 വയസ്സുള്ള അളവിലെടുത്തേക്കുന്നത് കേട്ടോ. അപ്പം ഇത് ബട്ടർഫ്ലൈ ഹാൻഡ് ആയപ്പോണേ, നേവി ബ്ലൂ കളറിൽ അതാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് പൂക്കളില്ലേ, ആട് നിൽക്കുന്നുണ്ടായിരുന്നില്ല, അതാണ് കുറച്ച് പൂക്കളിങ്ങനെ തുന്നി പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനത്. ബട്ടർഫ്ലൈ ഹാൻഡും കുടുക്കും ഒക്കെ കൂടിയായിട്ട്. ഇതാണ് പിന്നെ നമുക്ക് അടുത്ത ടോപ്പായിട്ട് വരുന്നത്. ഇത് ഷർട്ടാണ്, അടിയിൽ കെട്ടൊക്കെ ഉണ്ട്. ലൂസായ കാരണം ആൾക്ക് കിട്ടാൻ പറ്റത്തില്ല, കുറച്ചും കൂടി അധികം ലൂസാണ്. ഇത് സ്ലീവ്ലെസ് ആട്ടോ. എന്നിട്ട് ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഇങ്ങനെ കുഞ്ഞൊരു ഞെരുവിന് കഴുത്തിൻ്റെ അവിടെ പോകുന്നുണ്ട്. ഇത് പിന്നെ പാൻറ്റ്, ഇതൊന്നും സെറ്റല്ല കേട്ടോ, സെപ്പറേറ്റ് ആയിട്ട് എടുത്താൽ. ഈ പാൻറ്റിൻ്റെ അവിടെ ഇത് വേണം നമുക്ക് സെറ്റാക്കാന്ന് പറയില്ല. അതുപോലെ ഡിസൈനൊക്കെ സെയിം ആണ്, കളറ് ഇത്തിരി വ്യത്യാസമുണ്ട്. പാൻറ്റ് വേറെ കളർ, ടോപ്പ് വേറെ കളറാണ്. ബ്ലൂ തന്നെയാണെങ്കിൽ സെപ്പറേറ്റ് കളറാട്ടോ. പക്ഷെ എന്നാലും കാണാൻ കൊള്ളാം. പാൻറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. പാൻറ്റും ഇതുപോലെ ലൂസ്, കുറച്ച് വലിയ സൈസ് എടുത്തത്. പക്ഷേ എങ്കിലും എനിക്ക് തോന്നുന്നു പാൻറ്റ് പെർഫെക്റ്റ് സൈസ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചധികം ലൂസ് ടൈറ്റായി പോകും. അപ്പം ഇപ്പം നിങ്ങൾ ഈ കണ്ടിരിക്കുന്ന അല്ലാതെ തന്നെ നമ്മൾ അജിയോയിൽ നിന്ന് ട്രാൻസിറ്റ് ഓൺലൈൻ പേജിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതല്ലാതെ തന്നെ നമുക്ക് ഭയങ്കര അഫോർഡബിൾ ആണ്. പ്രൈസ് എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്, ഭയങ്കര അഫോർഡബിൾ ആണ്. പക്ഷേ ഇതിൽ നമുക്ക് ഇഷ്ടമാവാത്ത അല്ലെങ്കിൽ നമുക്ക് ഓക്കെ അല്ലാന്ന് തോന്നുന്ന പ്രോഡക്റ്റൊക്കെ നമ്മൾ റിട്ടേൺ അയക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, ലവ് യു ഓൾ. ടാറ്റാ. ഇതിലെന്തോ പിന്നീട് നമുക്കൊന്നും റിട്ടേൺ അയക്കാൻ തോന്നിയില്ല. അപ്പോൾ പിന്നെ നമ്മളൊന്നും റിട്ടേൺ അയച്ചില്ല കേട്ടോ. റിട്ടേൺ അയക്കണം എന്ന് ആദ്യം കരുതിയിരുന്നു, പിന്നെ അയച്ചില്ല. നമുക്ക് കുഴപ്പമില്ലല്ലോ, ഇത്ര പൈസ തീരുമാനം മാറ്റി ഇതിൽ നമ്മൾ റിട്ടേൺ അയച്ചില്ല. താങ്ക് യു.